ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു തരി പോലും തേങ്ങ ചേർക്കാണ്ടാണ് ഈ ഒരു ചട്നി ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടൊരു ചട്നിയാണ്. ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ചട്നി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 100 ഗ്രാം അളവിൽ നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്ത കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം അളവിൽ പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വറുക്കാത്ത നിലക്കടലയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നീട് ഈ ഒരു പൊട്ടുകടലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ രണ്ടും ഞാനിവിടെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കടലിനെ ഒരു മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. കൂടെ തന്നെ ഞാനിലേക്കൊരു 6 ചുള ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരേ ഒരു വെളുത്തുള്ളി അല്ലിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് ചട്നിയിൽ വരുന്നത് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി ചെറിയൊരു കഷ്ണം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം പുളിയാണ് കേട്ടോ. പുളി വളരെ കുറച്ച് മാത്രം മതി, ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും ചട്നിക്ക്. പിന്നെ വെറും കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അത്ര എരിവ് ഉണ്ടാവില്ല ഈ ഒരു ചട്നിക്ക്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ എരിവും ഉണ്ടാവും, നല്ല കളറും ഉണ്ടാവും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലയെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടിക്ക് പകരമായിട്ട് മുളകും എടുത്താലും മതി കേട്ടോ. കാശ്മീരി മുളകും പിന്നെ മറ്റേ സാധാ മുളകും ഉണ്ടല്ലോ, രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോരാ, വീണ്ടും ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതേ ഞാനിവിടെ ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്കൊരു ചട്നി എത്രത്തോണ്ട് ലൂസാണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് ഇതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു തിക്കിലാണ് ഇത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാനായിട്ട് വിട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒന്ന് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി വന്നതിന് ശേഷം വേണം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ 2-3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഈ ഒരു ചട്നി കഴിക്കണത് ഇഡ്ഡലിയുടെ കൂടെയാണ് കേട്ടോ. തട്ട് ഇഡ്ഡലിയുടെ കൂടെയാണ് കഴിക്കണത്. അപ്പോൾ അതുകൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണുണ്ട്. തട്ട് ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങൊക്കെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. സാധാ ഇഡ്ഡലി മാവാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തട്ട് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ അടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല പഞ്ഞ് പോലുള്ള ഇഡ്ഡലിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ചട്നി കൂട്ടിയിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ ഇതുപോലെ ചട്നി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്